യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്, യേശുവിനെ പറ്റിയുള്ള വെളിപ്പാടുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഉണ്ടാകും. യേശുവിനെ എങ്ങനെയാണ് അറിയുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെയാണ്. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെയാണ് യേശുവിനെ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ കഴിയുന്നത്. ആമേൻ. യേശു കർത്താവ് ശമരിയ സ്ത്രീയോട് പറഞ്ഞൊരു വാക്കിങ്ങനെയാ: നിന്നോട് കുടിപ്പാൻ വെള്ളം ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ജീവനുള്ള വെള്ളത്തെ നിനക്ക് തരുമായിരുന്നു. ഹല്ലേലൂയ. നിന്നോട് ചോദിക്കുന്നത് ആരാ എന്ന് നീ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിനക്ക് ജീവനുള്ള വെള്ളത്തെ തരുമായിരുന്നു. ഇന്ന് പകൽ ഹമൻ ഇവിടെ ഇറങ്ങിയിരിക്കുന്ന പ്രസൻസ് എന്താണെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു ജീവനുള്ള പകർച്ചകൾ നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ്. എത്ര വിശ്വസിക്കുന്നു? കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യും. ഞാനിന്ന് വിശ്വസിക്കുന്ന ചില പുതപ്പുകൾ ഇതിനകത്ത് വീണുകൊണ്ടിരിക്കുക. ആമേൻ, ആമേൻ. ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. യേശുവിനെ പറ്റി അറിയും തോറും നിന്റെ കാഴ്ചപ്പാടുകൾ മാറും, യേശുവിനെ വിളിക്കുന്ന രീതികൾ മാറും. ആ ശമരിയ സ്ത്രീ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ ആദ്യം വിളിക്കുന്നത് എന്താ? യജമാനനെ. ആമേൻ. രണ്ടാമത്തെ വിളി എന്താ? പ്രവാചകനെ. ആമേൻ. അത് കഴിഞ്ഞ് വിളിക്കുന്നത് ഇതാ, മശിഹായ. ഇവൻ മശിഹായ. ഹല്ലേലൂയ. ആമേൻ. യേശുവിനെ പറ്റിയുള്ള അറിവുകൾ നമ്മുടെ വിളികളുടെ രീതികളെ മാറ്റും. എന്താണ്? യേശുവിനെ പറ്റിയുള്ള വെളിപ്പാടുകൾ നമ്മൾ അവനെ വിളിക്കുന്ന രീതികളിൽ മാറ്റം വരുത്തും. ഹല്ലേലൂയ. ആമേൻ. ആ രീതികൾ മാറുമ്പോൾ ആമേൻ, നിന്നിലൂടെ ചില പട്ടണങ്ങൾ പിടിക്കപ്പെടും. ഒരു സാധാരണ സ്ത്രീയിലൂടെ ഒരു പട്ടണം പിടിക്കുന്ന തലത്തിലേക്ക് അതാ അവിടെ വെളിപ്പാട് മാറിക്കഴിഞ്ഞു. ആമേൻ. ഒരു സാധാരണ സ്ത്രീയിലൂടെ അവൾ പറഞ്ഞ വിശ്വാസം, അവൾ പറഞ്ഞ സാക്ഷ്യങ്ങൾ, അതേ ഞാൻ മശിഹായെ കണ്ടിരിക്കുന്നു എന്ന് അവൾ വിളിച്ചു പറഞ്ഞ സാക്ഷ്യത്തിലൂടെ ആയിരക്കണക്കിന് ആളുകൾ യേശുവിൽ വിശ്വസിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന സാധാരണ ജനമേ, നിന്നിലൂടെയും ഹല്ലേലൂയ ആയിരങ്ങളെ പുറത്തു കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് കരങ്ങളുണ്ട്, ശക്തിയുണ്ട്. ആമേൻ. അതിശക്തമായ കരങ്ങളുണ്ട്. ഇന്ന് പകൽ ദൈവം ആഗ്രഹിക്കുന്നു അവനെ പറ്റിയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, എൻ്റെ കാഴ്ചപ്പാടുകൾ, സഭയുടെ കാഴ്ചപ്പാടുകൾ, ദേശത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ജാതികളുടെ കാഴ്ചപ്പാടുകൾ അതാ മാറേണ്ടിയിരിക്കുന്നു. അവനെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ, വെളിപ്പാടുകൾ അവൻ ഈ നാളുകളിൽ മാറേണ്ട സമയം. ചിലത് അവനെ പറ്റി പറയുന്നത് എങ്ങനെയാ? അവൻ വെറും പ്രവാചകൻ എന്ന് വിളിച്ചു പറയുന്നു. അവൻ എന്നാൽ അവൻ ഒരു സമയത്ത് പത്രോസിനോട് അവൻ ചോദിക്കുക, നീ എന്നെ കുറിച്ച് ആരെന്നാ പറയുന്നേ? ഹല്ലേലൂയ. ഇതാ പത്രോസ് വിളിച്ചു പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വച്ചാൽ സാക്ഷാൽ മശിഹാ. ഇന്ന് പകൽ ലോകത്തിലുള്ള സകല ജനത്തിന്റെ മേലിലേക്കും ഇതാ അവൻ മശിഹ എന്ന് അവൻ ഒരു വെളിപ്പാട് ഈ കാലഘട്ടത്തിൽ ഇറങ്ങി വരാൻ പോകുന്നു. അത് ഞാൻ വിളിച്ചു പറയുന്നു, ഈ പ്രവചന ശബ്ദം വിളിച്ചു പറയുന്നു. ഈ കാലഘട്ടത്തിൽ അവൻ മശിഹ എന്ന് അവൻ എല്ലാ നാവും, അവൻ എല്ലാ മുട്ടും അവന്റെ മുമ്പിൽ മടങ്ങുന്ന സമയം ഇത് അതിക്രമിച്ചിരിക്കുന്നു. ഇന്ന് പകൽ ഈ വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാന്റെ ഒരു അനുഭവം ചിലർക്ക് ഉണ്ടാകാൻ പോകുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. ചില അനുഭവങ്ങളിലേക്ക് നിങ്ങൾ കയറാൻ പോകുകയാണ്. ആമേൻ. യേശുവിൻ്റെ കൂടെ നടന്ന യോഹന്നാൻ, എന്താ യേശുവിൻ്റെ വെളിപ്പാട്? ചിലത് മറ നീങ്ങി പുറത്തു വരുന്നതാ വെളിപ്പാട്. ആമേൻ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ഈ കട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ബാക്കിൽ എന്താണെന്ന്. ഹല്ലേലൂയ.
അതുപോലെ ചിലത് മറനീങ്ങി പുറത്തു വരാൻ പോകുക. സ്പിരിച്വൽ വേൾഡിനകത്ത് അവൻ പിശാച് മറച്ച മണ്ഡലങ്ങളിൽ ഹല്ലേലൂയ മറനീങ്ങി ഹല്ലേലൂയ മറനീങ്ങി പുറത്തു വരാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ആരൊക്കെ വിശ്വസിക്കുന്നു, ആരൊക്കെ ഇതിനോട് പ്രതികരിക്കുന്നു, മറനീങ്ങി ചിലത് പുറത്തു വരാൻ പോകുക. ഇന്ന് വരെ നിന്നെ കുരുടാക്കി വെച്ച മണ്ഡലങ്ങളിൽ, ഇന്ന് വരെ നിന്റെ ഹൃദയത്തെ കുരുടാക്കി വെച്ച മണ്ഡലങ്ങളിൽ ഇതാ യേശുവിന്റെ നാമത്തിൽ ഇതാ മറനീങ്ങി ചില ആത്മീക വെളിപ്പാടുകളിലേക്ക് സഭ കയറുന്നു. ചിലത് മറനീങ്ങി പുറത്തു വരും. ആമേൻ. ചില അഭിഷേകങ്ങൾ പുറത്തു വരും. ഇന്ന് വരെയും മറയപ്പെട്ടവൻ പുറത്തു വരും. ഇന്ന് വരെയും നിന്നെ മറച്ചു വച്ചെങ്കിൽ, ഇന്ന് പറയും നിന്നെ മറച്ചു വച്ചെങ്കിൽ ഇതാ നീ പുറത്തു വരുന്ന സമയം. ഇതാ ഇന്ന് പകൽ ആത്മാവിൽ ആരൊക്കെ ഏറ്റെടുക്കുന്നു, ഹല്ലേലൂയ, ഇത് ആത്മാവിൽ ആരൊക്കെ ഏറ്റെടുക്കുന്നു, നിന്റെ ശുശ്രൂഷ പുറത്തു വരുന്ന സമയം. ഇതാ മറനീങ്ങി ഹല്ലേലൂയ. അവൻ നിന്നെ ഒതുക്കിയ മണ്ഡലങ്ങളിൽ, അവൻ നിന്നെ സമസ്ത മേഖലകളിലും മറച്ചു വച്ചെങ്കിൽ ഹല്ലേലൂയ ഇതാ മറനീങ്ങി പുറത്തു വരുന്നു. ചില ശുശ്രൂഷകൾ ഇതിനകത്ത് പുറത്തു വരിക. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാരൊക്കെ റിസീവ് ചെയ്യുന്നു ഇന്ന് പകൽ? നിങ്ങൾ ഇവിടെ സ്ത്രീജനങ്ങൾ കൂടുതൽ ഇന്ന് പകൽ വിശ്വസിച്ചോ? ആ സമരിയ സ്ത്രീയുടെ മേൽ വന്നൊരു അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. ചില വെളിപ്പാടുകളുണ്ട്. അവരുടെ ബുദ്ധിമണ്ഡലത്തിനകത്ത് ചിലത് ക്രിസ്തുവിനെ പറ്റി മറനീങ്ങി പുറത്തു വന്നപ്പോ അവൻ വിളിച്ചു പറഞ്ഞു, ഇവൻ സാക്ഷാൽ മശിഹ എന്ന്. അവൻ വിളിച്ചു പറയുക മാത്രമല്ല, അവൾ വിളിച്ചു പറഞ്ഞു, അതെ ഞാൻ മശിഹയെ കണ്ടു. കാലഘട്ടങ്ങൾക്ക് മുൻപേ പ്രവാചകന്മാർ പ്രവചിച്ച അതേ മശിഹ കാലങ്ങളോളം മറഞ്ഞു കിടന്നത്, ചില കാലഘട്ടത്തിന്റെ മർമ്മങ്ങൾ ഇതാ മറനീങ്ങി പുറത്തു വരാൻ പോകുന്നു. കാലഘട്ടത്തിൽ നിന്നെ പറ്റി നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുന്നേ നിന്നെ കണ്ടത്, നിന്നെ വിളിച്ചത്, ഹല്ലേലൂയ, ഇതുവരെയും പിശാച് നിന്നെ പറ്റി മറച്ചു വച്ചെങ്കിൽ ഇതാ വെളിപ്പെട്ടു വരുന്നു. നിന്റെ ശുശ്രൂഷ വെളിപ്പെട്ടു വരുന്നു. ഹല്ലേലൂയ. നിന്റെ നന്മകൾ വെളിപ്പെട്ടു വരുന്നു. നിന്റെ വിടുതലുകൾ വെളിപ്പെട്ടു വരുന്നു. യേശുവിന്റെ നാമത്തിൽ സഭ ഒരുമിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ വെളിപ്പെട്ടു വരുന്നു. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടെന്ന് പറഞ്ഞാൽ മറനീങ്ങി പുറത്തു വരിക. എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ എത്രമാത്രം ഇത് റിസീവ് ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു പൊട്ടനെ പോലെ, ഒരു പൊട്ടിയെ പോലെ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ സാക്ഷ്യം നിങ്ങൾക്ക് അത്ര പേര് കേട്ടത് എനിക്ക് ഓർമ്മയില്ല. ആമേൻ. ഹല്ലേലൂയ. മറനീങ്ങി ചിലത് പുറത്തു വരും. ആമേൻ. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഞാനത് പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആമേൻ. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ഇന്ന് പകൽ ആരൊക്കെ ഭാഗ്യവാന്മാർ? ഈ പ്രവചന പുസ്തകത്തെ ആമേൻ ഇന്ന് പകൽ ഭാഗ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ ആമേൻ. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ ഏറ്റവും അധികം എഴുതിയിരിക്കുന്ന ഒരു നമ്പറാണ് 7 എന്ന് പറയുന്നത്. 7. ആമേൻ. 7 എന്ന നമ്പറിന് ഒരുപാട് പൂർണ്ണതകളുണ്ട്. 7 സഭകൾ, 7 ദൂതന്മാർ, 7 വിളക്ക്, 7 നക്ഷത്രം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തുടർന്നങ്ങോട്ട് പറയുന്നുണ്ട്. ആമേൻ. ഒരു പൂർണ്ണ നമ്പറാണ് 7. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഈ സഭയെയും ദൈവം 7-നകത്ത് നിർത്തിയേക്കുക. ഹല്ലേലൂയ.
7-നകത്ത് നിർത്തിയേക്കും. ഞാനിത് പ്രവചിച്ച് പറയുകയാണ്, ദൈവം അങ്ങനെ ചെയ്തിരിക്കുക. 7-നെ 70 ആക്കും, 70-നെ അവൻ 700 ആക്കും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത്. ആമേൻ. ഞങ്ങൾ 7 പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്തേക്ക് ദൈവം 7 പേരെ മുമ്പിൽ നിൽക്കാൻ ദൈവം തന്നത്. ആമേൻ. ആ 7 വിളക്കിൻ്റെ നടുവിൽ ശോഭപൂർണനായി ഒരുവൻ എഴുന്നള്ളി വരും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 7 വിളക്കിൻ്റെ നടുവിൽ ശോഭപൂർണനായി മാറത്ത് പൊൻകച്ചയണിഞ്ഞ്, ഹല്ലേലൂയ, മാറത്ത് പൊൻകച്ചയണിഞ്ഞ് ഒരുവൻ എഴുന്നള്ളി നിൽക്കും. ഇത് ഡോർ ടു ക്രൈസ്റ്റിനോട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. ഇതാ മശിഹയായവൻ എഴുന്നള്ളി നിൽക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ സഭയേറ്റെടുക്കുക, ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ, രാജാതി രാജാവിനെ വരവേൽക്കാൻ. Receive his presence. ഏഴ് വിളക്കിന്റെ നടുവിൽ ശോഭപൂർണനായി മാറത്ത് പൊൻകച്ചയണിഞ്ഞവൻ. ആമേൻ. ഹല്ലേലൂയ. അവൻ, ഞാൻ വിശ്വസിക്കുന്നു, ഇത് ദൈവം നിർത്തിയതാണെങ്കിൽ ദൈവം ഇതിനെ പണിയും. ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. എന്താ സഭ? ഞാനും നീയും സഭയോ? അവൻ നിന്നെയും എന്നെയും പണിയാൻ ഇതാ ഒരുവൻ ഇറങ്ങി നിൽക്കുന്നു. പാതാള ഗോപുരങ്ങൾക്ക്, പാതാള ശക്തികൾക്ക്, പാതാളത്തിന്റെ വെല്ലുവിളികൾക്ക് അതിനെ ജയിക്കാൻ കഴിയത്തില്ല. സഭ ഇതിനെ ഡിക്ലെയർ ചെയ്യുക. സഭ ഇതിനെ ഡിക്ലെയർ ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ അധികാരത്തിന്റെ അനോയിന്റിങ്ങുകൾ അവൻ പാതാള ശക്തികളെ ചവിട്ടി താഴ്ത്തുന്ന വെള്ളോട്ടിന് സദൃശ്യമായ കാലുമായി ഇന്ന് പകൽ സഭയ്ക്ക് മുമ്പിൽ അവൻ നിൽപ്പുണ്ടെന്ന്. വെള്ളോട്ടിന് സദൃശ്യമായ കാലുമായി അധികാരത്തോട് സഭ ഇതിനെ റിസീവ് ചെയ്യണം. ഇത് പോരാ, ഇത് തിരിച്ചറിയുന്നവ. നിനക്ക് വിരോധമായ വെല്ലുവിളികൾ, ദേശത്തിന്റെ വെല്ലുവിളികൾ, യേശുവിന്റെ നാമത്തിൽ നിന്നെ തകർക്കുന്ന വെല്ലുവിളികൾ, യേശുവിന്റെ നാമത്തിൽ വെള്ളോട്ടിന് സദൃശ്യമായവൻ, അധികാരത്തിന്റെ കാലുമായി അവൻ പാതാള ഗോപുരങ്ങളെ ജയിച്ചവൻ. ഇന്ന് പകൽ നീ വിശ്വസിക്കുക. സഭയാകുന്ന ജനമേ, നിന്നെ തകർക്കാൻ അവൻ അനുവദിക്കത്തില്ല. ശ്രദ്ധിക്കണേ മക്കളെ. ആമേൻ. അതിന്റെ 6-ാമത്തെ വാക്യം തൊട്ട് ആർക്കെങ്കിലും ശബ്ദം ഉയർത്തി വായിക്കാമോ? 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും. മതി. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കണേ. നമ്മെ സ്നേഹിക്കുന്നവനും, എത്ര പേർക്കുണ്ടോ അവൻ നമ്മെ സ്നേഹിക്കുന്നെന്ന്? ഉറപ്പുണ്ടോ? ഉണ്ടോ? ആമേൻ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച്, ആമേൻ, തൻ്റെ പിതാവായ ദൈവത്തിന്
നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും. ആമേൻ. എന്താ? രാജ്യവും പുരോഹിത വർഗവും. ഹല്ലേലൂയ. അത് വിശ്വസിക്കാൻ പറ്റുമോ? രാജ്യമാണെന്നൊക്കെ. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? ആമേൻ. ഹല്ലേലൂയ. 1 പത്രോസ് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ആരാ നിങ്ങള്? രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. ഇതിനപ്പുറം ഒരു ഉറപ്പ് തരാൻ ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആമേൻ. നിങ്ങളൊരു രാജകീയ പുരോഹിത വർഗമാ. താഴെ പറഞ്ഞു, ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും. ഈ വാക്യം വായിക്കുമ്പോൾ ഒരു അസാധാരണ അഭിഷേകം നിങ്ങളുടെ മേൽ വ്യാപരിക്കും. അതുകൊണ്ട് ഞാനത് വായിക്കുന്നത് അത്രമേൽ പവർഫുള്ളാണത്. ഹല്ലേലൂയ. വായിച്ചോ. ആ സെൻസിൽ നിങ്ങൾ ആ ഒരു തലത്തിൽ നിന്ന് വായിക്കണം. ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ഹല്ലേലൂയ. അവൻ ആദ്യനും അന്ത്യനുമാണ്. ആദ്യവും അന്ത്യവും അവൻ്റെ കയ്യിലാണ്. ആമേൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു, അവൻ ആദിയിലേ ഉണ്ടായിരുന്നു. ആമേൻ. ആമേൻ. അന്ത്യത്തിലും അവൻ ആദ്യവും അന്ത്യവുമാണ്. അവൻ അൽഫയും ഒമേഗയുമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ശക്തമായ വെളിപ്പാട് ഇതാ യോഹന്നാന് വേണ്ടി ദൈവം കൊടുക്കാൻ പോകുകയാണ്. ആമേൻ. ശ്രദ്ധിക്കണേ. യേശുവിൻ്റെ കൂടെ നടന്നവൻ, സകല സഹിഷ്ണുതയും സഹിച്ചവൻ. ആമേൻ. അവൻ്റെ ഒരു പ്രത്യേകത കേട്ടോ, സകല സഹിഷ്ണുത. വായിച്ചു നോക്കണേ. ആമേൻ. അവനെ റോമൻ ചക്രവർത്തി നാട് കടത്തി. എന്തിനു വേണ്ടിയാ? ആ ചക്രവർത്തിയെ, ഡൊമീഷ്യൻ ചക്രവർത്തിയെ ദൈവമായി ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവനത് അംഗീകരിച്ചില്ല. ആമേൻ. അതുകൊണ്ട് എന്തു ചെയ്തു? നാട് കടത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. എങ്ങോട്ടാ നാട് കടത്തുന്നേ? പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തി. ഹല്ലേലൂയ. എന്താ ദ്വീപിൻ്റെ പ്രത്യേകത? ആമേൻ. ദ്വീപിൻ്റെ പ്രത്യേകത എന്താ? ചുറ്റും വെള്ളമായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. വളരെ ദുർഘടമായൊരു സ്ഥലമായിരുന്നു പത്മോസ്. പാറകൾ കൊണ്ടും മറ്റ് ഭയങ്കരമായ ശക്തമായ ബുദ്ധിമുട്ടുകളുണ്ടായ ഒരു സ്ഥലം. യോഹന്നാനെ അങ്ങോട്ടേക്കാണ് റോമൻ ചക്രവർത്തി നാട് കടത്തുന്നത്. കൊടും കുറ്റവാളികളെയും ആമേൻ ക്രിമിനലുകളെയും നാട് കടത്തുന്ന സ്ഥലം. ആമേൻ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. ഇങ്ങനെ ഒരു മനുഷ്യൻ അവിടെ ഏകാന്തനായി ഒറ്റപ്പെട്ടു. ആമേൻ. യേശുവിൻ്റെ കൂടെ നടന്നവൻ, യേശുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടവൻ ഇതാ ഏകാന്തനായി ഒരു പ്രദേശത്തായി തീരുകയാണ്.
ആമേൻ. ഹല്ലേലൂയ. ആർക്കൊക്കെ വിശ്വസിക്കാൻ കഴിയും നിന്റെ ഏകാന്തത എൻകൗണ്ടറിന് വേണ്ടിയാണെന്ന്? ഹല്ലേലൂയ. ആർക്കൊക്കെ വിശ്വസിക്കാൻ കഴിയും ചില ഏകാന്തതയ്ക്കകത്തേക്ക് നീ കയറി ചെല്ലുന്നത് ദൈവത്തിന് നിന്നോട് ചിലത് കൈമാറാനുണ്ടെന്ന്? ഹല്ലേലൂയ. ദൈവത്തിന് നിന്നോട് ചിലത് കൈമാറാനുണ്ട്. ചില ഏകാന്തതകൾ നിന്നെ ചരിത്രത്തിനകത്തേക്ക് കയറ്റിവിടും. ഹല്ലേലൂയ. നിന്റെ കൂടെയുള്ള സഹോദരന്മാരില്ല, നിന്നെ നയിച്ചവനില്ല. ഇതാ നീ ഒറ്റയ്ക്ക് ഏകാന്തതയിൽ ഇതാ ഒരു സ്ഥലത്തേക്ക് നീ ആയിത്തീരുന്നു. എന്നാൽ യോഹന്നാനെ, നിന്നോട് എനിക്ക് പറയാനുണ്ട്, ഒരു ചരിത്രത്തിന് വേണ്ടി, ഒരു കാലഘട്ടത്തിന് വേണ്ടി ചെയ്യാനുള്ളത് ഇതാ ഞാൻ നിന്നിലേക്ക് പകരുക. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, എനിക്കറിഞ്ഞൂടെ എത്ര പേര് ഈ അനുഭവത്തിനകത്ത് കടന്നു പോകുന്നെന്ന്. ഏകാന്തതയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ നീ ചുറ്റും ഒറ്റപ്പെട്ട അനുഭവങ്ങൾ. ഹല്ലേലൂയ. ചുറ്റും എപ്പം നിന്നെ ആക്രമിക്കുമെന്ന് പറയാൻ കഴിയത്തില്ല. ഇതാ നിന്നെ ഒതുക്കിയ അനുഭവങ്ങൾ. ആമേൻ. നിനക്കൊന്ന് പുറത്തു വരാൻ കഴിയാത്ത അനുഭവങ്ങൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാ ദൈവത്തിന് ചിലത് കൈമാറാനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഓർത്തോണേ ദൈവമക്കളെ, ആരവനെ തടവിലിട്ടോ 6 മാസത്തിനുള്ളിൽ അവന്റെ ജീവൻ അപഹരിക്കപ്പെട്ടു. ആമേൻ. ആ റോമൻ ചക്രവർത്തിയുടെ ജീവൻ 6 മാസത്തിനുള്ളിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ ക്ഷീണിച്ച അവസ്ഥകൾ ആരൊക്കെ ആയിരിക്കും എനിക്കറിയത്തില്ല. ആമേൻ. ഇതാ ചില എൻകൗണ്ടറുകൾ നിങ്ങളിലേക്ക് വരാൻ പോകുകയാ. ആമേൻ. ചില എൻകൗണ്ടറുകൾ നിങ്ങളിലേക്ക് വരാൻ പോകുകയാ. ചരിത്രത്തെ മാറ്റുന്ന എൻകൗണ്ടറുകൾ. ആമേൻ. ചരിത്രത്തെ മാറ്റുന്ന എൻകൗണ്ടറുകൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. യോഹന്നാനെ, നീ പുറത്തു വരും. ദൈവത്തിൻ്റെ ദൂതുമായി നീ പുറത്തു വരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനവുമായി നീ പുറത്തു വരും. ഹല്ലേലൂയ. ഒരു തലമുറയ്ക്ക് കൈമാറാനുള്ള വെളിപ്പാടുമായി നീ പുറത്തു വരും. ഹല്ലേലൂയ. ഒരു തലമുറയ്ക്ക്, ഒരു കാലഘട്ടത്തിന് കൈമാറാനുള്ള പുതിയ നിയമത്തിന്റെ വെളിപ്പാടുമായി ഇതാ യോഹന്നാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ ദൈവമക്കളെ. ഹല്ലേലൂയ. നിങ്ങളെ പുറത്തു കൊണ്ടിരുന്ന ദൈവമുണ്ട്. ആമേൻ. ഏകാന്തതയ്ക്കകത്തു നിന്നും, പ്രതിസന്ധിക്കകത്തു നിന്നും, പ്രതികൂലത്തിൻ്റെ അകത്തു നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരുത്തുന്ന ഒരുത്തനുണ്ട്. ഇന്ന് പകൽ ആ മേഖലയിലൂടെ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അവൻ വിളിച്ചവൻ വിശ്വസ്തനാണെന്ന്, വിളിച്ചവൻ വിശ്വസ്തനാണെന്ന്. ഹല്ലേലൂയ. ഉറപ്പോടെ എനിക്ക് വിളിച്ചു പറയാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാ യോഹന്നാൻ ഒരു ശബ്ദം കേൾക്കുന്നു, ഒരു മഹാനാദം. ആമേൻ. ഒരു മഹാനാദം യോഹന്നാൻ കേൾക്കുകയാ. ഈ ശബ്ദം കേട്ട് യോഹന്നാൻ തിരിഞ്ഞു നോക്കുമ്പോ ഇതാ യോഹന്നാന്റെ കണ്ണിൽ കാണുന്നു 7 വിളക്കിന്റെ നടുവിൽ. ഹല്ലേലൂയ. യോഹന്നാൻ അതാ കാണുന്നു. ഇതാ യോഹന്നാന്റെ മുന്നിൽ ഒരു എൻകൗണ്ടർ വെളിപ്പെടുന്നു.
ഏഴ് വിളക്കിന്റെ നടുവിൽ ശോഭപൂർണനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭ ഇത് റിസീവ് ചെയ്യുക, സഭ ഇത് റിസീവ് ചെയ്യുക. ആ വാക്യം ഒന്ന് വായിക്കാം മിസ്റ്റർ. 13ാമത്തെ വാക്യം തൊട്ട് 13ാമത്തെ വാക്യം തൊട്ട്. തിരിഞ്ഞപ്പോൾ 7 നിലവിളക്കുകളൊക്കെയും നിലവിളക്കുകളുടെ നടുവിൽ നീലയങ്കി ധരിച്ച മാറത്ത് പൊൻകച്ച കെട്ടിയവനുമായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ് തലയുള്ള വാൾ പുറപ്പെടുന്നു. ഇതാ സഭ ഒരുമിച്ച് വായിക്കുക. ഈ വചനത്തെ നിങ്ങൾ റിസീവ് ചെയ്തോ. ഹല്ലേലൂയ. 7 പൊൻ നിലവിളക്ക് നടുവിൽ നിലയങ്കി ധരിച്ച മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, എന്ന് വെച്ചാൽ അധികാരത്തോടെ ഇറങ്ങി വരുന്നവനായി, മാറത്ത് പൊൻകച്ച ധരിച്ച് അധികാരത്തോടെ ആമേൻ നീതിമാനായ ന്യായവിധി, ആമേൻ നീതിമാനായവൻ, ന്യായം വിധിക്കുന്നവൻ, ആമേൻ ഇതാ ഇറങ്ങി നിൽക്കുന്നു എന്ന് സഭ ഇതിനെ റിസീവ് ചെയ്യുക. ഉച്ചനാദത്തോടെ അടങ്ങിയിരിക്കരുത്. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും. ഇതാ അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഈരച്ചിൽ പോലെ. ഹല്ലേലൂയ. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ഇന്ന് പകൽ ആർക്കൊക്കെ പാടാൻ കഴിയും? പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ആർക്കൊക്കെ സ്തുതിക്കാൻ കഴിയും? പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. നിങ്ങളുടെ സ്തുതികൾ അത് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആകട്ടെ. ഹല്ലേലൂയ. കാരണം അവന്റെ ശബ്ദമതായിരുന്നു, അവന്റെ ശബ്ദമതായിരുന്നു, അവന്റെ മഹാനാദം. ഓ, ആ ശബ്ദത്തിന് മുന്നിൽ ചിലത് യേശുവിന്റെ നാമത്തിൽ വഴിമാറുന്നു. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മുഴങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ഇതാ യോഹന്നാൻ ഒരു മഹാനാദം കേട്ടു. അവൻ തിരിഞ്ഞു നോക്കുമ്പോ കാണുന്ന കാഴ്ച ഇതാ. അതാ യോഹന്നാൻ സാഷ്ടാംഗം വീണു. അവന് ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽ സഭ ഒരു വാക്യം വായിച്ചുകൊണ്ട് നമ്മളതിനെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാനത് വിശ്വസിക്കുന്ന കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. നമ്മുടെ മധ്യ കർത്താവുണ്ടോ? 7 വിളക്കിന് നടുവിൽ ശോഭപൂർണനായി മാറത്ത് പൊൻകച്ച അണിഞ്ഞവൻ ഇവിടെ നിൽപ്പുണ്ടെന്ന ഉറപ്പോടെ, ബോധ്യത്തോടെ, വിശ്വാസത്തോടെ ചിലതിനെ പ്രഖ്യാപിച്ചുകൊണ്ട്, ചിലതിനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ നിന്റെ വായിൽ നിന്ന് വിളിച്ചു പറയുന്നത് നിനക്ക് ഹല്ലേലൂയ അതങ്ങനെ തന്നെ സംഭവിക്കും. അതങ്ങനെ തന്നെ സംഭവിക്കും. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങളോട് വിളിച്ചു പറഞ്ഞോ, ആത്മാവിൽ അതിനെ ഏറ്റെടുത്തുകൊണ്ട് വിളിച്ചു പറഞ്ഞോ, ഞാൻ വിളിച്ചു പറയുന്നു, അത് സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അതിന്റെ മൂന്നാം അധ്യായത്തിൽ അതിന്റെ 7ാമത്തെ വാക്യം നമ്മൾ ഒരുമിച്ച് വായിക്കാൻ പോകുന്നു. 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം തൊട്ട്. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന്
എഴുതുക. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനാണ്. അതെ, ദാവീദിന്റെ താക്കോലുള്ളവൻ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുള്ളവൻ. ആമേൻ. ദാവീദിന്റെ താക്കോൽ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കയ്യിലുള്ളവൻ. ഇതാ വിളിച്ചു പറയുന്നു, ഇതാ വിളിച്ചു പറയുന്നു. ആമേൻ. അടുത്ത വാക്യങ്ങളിൽ ദാവീദിന്റെ താക്കോലുള്ളവനും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും യേശുവിന്റെ നാമത്തിൽ ആരും അടയ്ക്കാതെ വണ്ണം ഒരുത്തനും ഈ ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു പൈശാചിക മേഖലയ്ക്കും യേശുവിന്റെ നാമത്തിൽ ഒരു പാതാള ശക്തിക്കും അടയ്ക്കാൻ കഴിയാത്ത രീതിയിൽ തുറക്കുന്നവൻ, വിളിച്ചു പറോ, എനിക്ക് വേണ്ടി തുറക്കുന്നു. സഭ വിളിച്ചു പറോ. ഇന്നും പകൽ കാലങ്ങളായി അടച്ചു വെച്ചത് യേശുവിന്റെ നാമത്തിൽ ഇതാ തുറക്കപ്പെടുന്നു, തുറക്കപ്പെടുന്നു, തുറക്കപ്പെടുന്നു. ദാവീദിന്റെ താക്കോലുള്ളവൻ ഇതാ നിനക്ക് വേണ്ടി തുറക്കുന്നു, തുറക്കുന്നു. അതെ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ആമേൻ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇന്ന് പകൽ വിശ്വസിച്ചോ, നിന്റെ പ്രവൃത്തിയെ അറിയുന്നവർ ഒരുത്തനുണ്ട്. അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ള ഒരുത്തനുണ്ട്. ഹല്ലേലൂയ. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇതാ door to Christ. Receive. Door to Christ. Receive. ഇതാ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ഈ വചനത്തെ നിങ്ങൾ അതുപോലെ റിസീവ് ചെയ്യണം. ആമേൻ. നിനക്ക് വേണ്ടി ഒരു വാതിൽ അവൻ തുറന്നു വച്ചിരിക്കുന്നു. ഇത് വചനമായി, ഒരു പ്രൊഫറ്റിക് വേർഡായി. അതായത് ഇത് പുതിയ നിയമത്തിലെ പ്രവചന ശബ്ദമാണ്. ആമേൻ. ആമേൻ. യേശു കർത്താവ് തന്റെ പ്രിയദാസനായ യോഹന്നാനെ വെളിപ്പെടുത്തിയ പ്രവചന ശബ്ദം ഇന്ന് പകൽ ഇത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ആർക്കും അടയ്ക്കാതെ ഒരുത്തരും ഒരു പാതാള ശക്തിക്കും അടയ്ക്കാൻ കഴിയാത്ത ഒരു വാതിൽ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിശ്ചയിച്ചുമില്ല. ആമേൻ. ഇന്ന് പകൽ മക്കളെ, നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും
നീ അവന്റെ വചനം കാത്തതുകൊണ്ട്, Amen. നീ ഇന്നും സഹിഷ്ണുതയോടെ നിന്നതുകൊണ്ട്, Hallelujah. നീ ഇന്നും വിശ്വസ്തയോടെ നിന്നിട്ടുണ്ടെങ്കിൽ, Amen. നിന്നിട്ടുണ്ടെങ്കിൽ Yes, yes. എന്റെ സ്വർഗം നിനക്ക് വേണ്ടി, Hallelujah. അതാ നിനക്ക് വേണ്ടി Hallelujah. Oh. നിന്നത്, വിളിച്ചത്. Oh, Rikala Baba. Reshetere Baba. നിനക്ക് വേണ്ടി ഓപ്പൺ ആയിരിക്കും. Amen. Yes, we receive it. അഗ്നിജ്വാലയ്ക്കൊത്ത് കണ്ണുള്ളവർ Yes, 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 yes. നിന്റെ വിശ്വസ്തത കണ്ടു, Yes, നീ നിന്റെ വചനത്തെ കാത്തത് കണ്ടു. yes. Oh, ആരും കണ്ടില്ലെങ്കിലും yes. ഇതാ നിന്നെ കണ്ട സ്വർഗം. Amen. ദാവീദേ, നീ കാട്ടിലായിരുന്നപ്പോ നിന്നെ ആരും കണ്ടില്ലടാ. നീ ഏകാന്തതയിലായിരുന്നപ്പോ നീ അവിടെ നിന്ന് പ്രാർത്ഥിച്ചത് ആരും കണ്ടില്ല. ഇതോ നിന്റെ മേലൊരു പുതപ്പ് വരികയാ. Amen. അഭിഷേകത്തിന്റെ പുതപ്പുമോ, Amen. രാജകീയ അഭിഷേകത്തിന്റെ പുതപ്പുമോ. Hallelujah. ഇതാ പ്രവാചകൻ കാണുന്നു. Yes. Oh, ഇതാ പ്രവാചകൻ കൊമ്പിൽ അഭിഷേകവുമാണ്. releasing. രാജകീയ അഭിഷേകം. Amen. ഇന്ന് പകൽ ചില പുതപ്പുകൾ, Hallelujah. ഇന്ന് പകൽ ചില പുതപ്പുകൾ Hallelujah. അധികാരത്തിന്റെ. Oh, Rikala Kebara Shata. Rishati Kala Baba Baba Shete. Rakima Lakara Kobo Shete. Heavenly anointing. Yes, yes, Heavenly yes. anointing. Yes. The heavenly anointing. Rika Baba യേശുവിന്റെ Shete. നാമത്തിൽ അസാധാരണമായ ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. Amen. Yes. മുട്ടുമടക്കണ്ടവർക്ക് മുട്ടുമടക്കാം. Yes. ഓ, നിലവിളിക്കേണ്ടവർക്ക് നിലവിളിക്കാം. Hallelujah. ഇന്ന് സ്വർഗത്തിൽ ദൈവം, Amen. ഇന്ന് സ്വർഗം ചിലത് പൊളിക്കുന്നു. Amen. ഇന്ന് സ്വർഗം ചിലത് അഴിക്കുന്നു. Hallelujah. ആകാശാത. ഹോ ശമ റിഖശതര. The heavenly presence, Amen. heavenly anointing. Amen. ഈ അഭിഷേകത്തിന്റെ പ്രത്യേകത, നിന്റെ തലയിൽ കിരീടം വരും. Amen. നിന്റെ തലയിൽ കിരീടം വരും. Yes, yes, നിന്റെ തലയിൽ അധികാരം വരും. yes. ഹോ രാമ ശാന്തരാജന. ഒരു കാര്യം കൂടെ നീ ഓർത്തോണം, അഭിഷേകത്തിന്റെ പുറകെ ചില ശൗലുമാരെ നിന്നെ, Amen. അഭിഷേകത്തിന്റെ പുറകെ. Hallelujah. എന്നാൽ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് Yes, yes. അറിഞ്ഞുകൊള്ളുക. Hallelujah. ദാവീദിന്റെ അഭിഷേകം. Hallelujah. നിന്നെ ഉപദ്രവിക്കുന്നവരെ നീ ഉപദ്രവിക്കാൻ പോകരുത്. നിന്നെ ശപിക്കുന്നവരെ നീ ശപിക്കാൻ പോകരുത്. ആമേ, നീ അനുഗ്രഹിക്കുന്നവനായി തീരട്ടെ. Amen. ഹല്ലേലൂയ. Hallelujah. Oh, The heavenly anointing. yes, we receive. The heavenly anointing. Rakima Lakaba Shetere Baba. Rakima Lakobo. തൈലക്കൊമ്പിൽ അഭിഷേകവുമാണ്. ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളത്. Amen. ഇതാ രാജകീയ അഭിഷേകമാണ്. Amen. ചില വാതിൽ തുറന്നിടുന്നു. Hallelujah. ദേശത്തിന്റെ വാതിൽ, Hallelujah. രാജ്യത്തിന്റെ വാതിൽ. Amen. ദാവീദേ, നീ മിസ്രയീമിന്റെ സൈന്യത്തെ തകർക്കും. ദേശത്തിലെ വെല്ലുവിളിയുള്ള തലകളെ Amen. നീ വെട്ടും. Hallelujah. യേശുവിന്റെ നാമത്തിൽ അധികാരത്തിന്റെ anointing, Amen. അധികാരത്തിന്റെ കിരീടങ്ങൾ Amen. യേശുവിന്റെ നാമത്തിൽ റിസീവ്, റിസീവ്. Hallelujah. Hallelujah. ചില പകർച്ചകൾ നടക്കുക, Amen. ചില ഇമ്പാക്റ്റേഷൻ നടക്കുക, Amen. ചില പുതപ്പുകൾ വീഴുക. Yes. Releasing ഇന്നത്തെ ദിവസം ചരിത്രമാകുന്ന രീതിയിൽ ദൈവിക എൻകൗണ്ടറിന്റെ, Amen. ദൈവിക എൻകൗണ്ടറുകൾ Hallelujah. ചിലതിന്റെ മേളിൽ Hallelujah. ചരിത്രത്തെ വഴിമാറ്റുന്ന Amen. പകൽ അത്ഭുതത്തിന്റെ ദിവസമാണ്. Amen. Yes.